പ്രവാസി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ ആയിരുന്നു ഓർമ്മ വരുന്നത്. ഇന്നലെ വരെ. അച്ഛൻ എന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ ദുബായിൽ. അച്ഛൻ പോയിട്ട് വരട്ടെ എന്ന്. ഇത് വെച്ചോ, ഫീസൊക്കെ അടയ്ക്കാനുണ്ടല്ലേ. അടയ്ക്കലേ ഇത് കൂടി വെച്ചു. അയ്യോ, ഇതിൽ സ്ഥലമൊന്നുമില്ല. എടി നല്ല കാച്ച തന്നെയാ, അല്ലേ തന്നെ നിന്റെ മുടി മൊത്തം പോവാന്നേ. ഒന്ന് പോയേ അമ്മ. ഇനി പെട്ടി ഓർമ്മ വരുമ്പോഴത്തേക്കേ ഫ്ലൈറ്റ് മിസ്സാ. നല്ല അമ്മയില്ല. എന്താടി നിന്റെ മുഖത്തൊരു സങ്കടമൊന്നും ഇല്ലാത്ത? ഇനിയേ ഞാൻ 2 കൊല്ലം കഴിഞ്ഞേ വരത്തുള്ളൂ. 2 കൊല്ലം. അതാ ആകെ സമാധാനം. പോയി തരുമോ? കാണാം. ഓളെ ഇത് എല്ലാരും വന്നു. അസുഖമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? പാക്കിംഗ് ഒക്കെ കഴിഞ്ഞാ? ഓൾ സെറ്റ്. ഇല്ല, സ്നേഹം ഒന്നില്ലേ? അവളെവിടെ? നീ പോകുന്ന വിഷമം കൊണ്ടാ തോന്നുന്നു വന്നില്ല. പിന്നെ എന്നാ നിങ്ങൾ സംസാരിച്ചെടുക്കാം, ഞാൻ പോരാ. നിങ്ങളൊന്ന് പുറത്തേക്ക് വന്നേ. ഇവനെന്താ പറ്റി? ആ, എനിക്കറിയില്ല. നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ? നിനക്കോ ചോദിക്കരുതോ? എന്നാ പോയി ചോദിച്ചിട്ട് വരാം. ഒന്ന് ആടെ വരുന്നുണ്ടോ നോക്കി പറയണേ. എന്താ നിങ്ങൾക്കൊരു വിഷമം? എനിക്കെന്താ വിഷമം? അത് ശരി, വിഷമമൊന്നുമില്ലേ? വിഷമമൊക്കെ ഉണ്ട്. എന്റെ ഗിഫ്റ്റ് എവിടെ? എന്താ ഗിഫ്റ്റ്? ആഹാ, ആദ്യമായിട്ട് ഒരാൾ ദുബായി പോകുമ്പോ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നറിയില്ലേ? കയ്യൊന്ന് കാണിച്ചേ. ലോങ് ഡിസ്റ്റൻസ് ആണെന്നറിയാലോ, നല്ല ഉടായ്പിനും പോയാലുണ്ട്. അവിടെ ചെല്ലുമ്പോഴേ എയർപോർട്ടിൽ അബ്ദുള്ള ഉണ്ടാവും. അവന്റെ കണ്ടോണ്ടാ തന്നെ അവന്റെ ഫോണിൽ തന്നെ വിളിക്കണം. ശരി. സമയമില്ലേ? പോയി വരാം. ഇത്രയും നേരം എങ്ങനെ പിടിച്ചു വെച്ചെന്നറിയില്ല. ഇനി കയ്യിൽ നിന്ന് പോകും. ഇപ്പോഴാണ് എനിക്ക് അച്ഛനെ മനസ്സിലാവുന്നത്. ഇവരെയൊക്കെ ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് മനസ്സിലാവുന്നത്. ഓരോ ലീവിനും കാത്തിരുന്ന് നാട്ടിലേക്ക് വരാം, വീട്ടിലേക്ക് വരാം എന്ന് മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്നതാവും എൻ്റെ ജീവിതം. ഇനി ഇതുപോലെ ഒന്നിച്ചിരിക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നേക്കും. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ?